ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഒന്നിച്ചു പഠിച്ചു വളർന്ന് ഒരേ സന്യാസ സഭയിൽ ചേർന്ന് വിശ്വാസ വഴിത്താരയിൽ ഒന്നിച്ചു നീങ്ങുന്ന ഇരട്ട വൈദികരുടെ ദൈവവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തങ്ങളുടെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഇരട്ട സഹോദരങ്ങളായ ഫാദർ റോയി കണ്ണഞ്ചിറയും ഫാദർ റോബി കണ്ണഞ്ചിറയും CMI സന്യാസ സഭയിലെ അംഗങ്ങളാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ഭാരവാഹികളായി പ്രവർത്തിച്ച് സഭയോടും ഇടവകയോടും ചേർന്ന് പ്രവർത്തിച്ച ബാല്യകാലമാണ് ഇരട്ട സഹോദരങ്ങളായ ഫാദർ റോയിയുടെയും ഫാദർ റോബിയുടേതും. ഇടുക്കിയിലെ പ്രകാശ് എന്ന ഗ്രാമത്തിലെ കിളിയാർകണ്ടം ഇടവകയിൽ ജനിച്ചു വളർന്ന ഇരട്ട സഹോദരങ്ങളായ ഫാദർ റോയിയും ഫാദർ റോബിയും ചെറുപ്പകാലങ്ങളിൽ 3.5 കിലോമീറ്ററോളം നടന്നാണ് കണ്ണഞ്ചിറ കുടുംബത്തോടൊപ്പം ദേവാലയത്തിലേക്ക് പോയിരുന്നത്. ഈശോയ്ക്കു വേണ്ടി മിഷൻ പ്രവർത്തനം ചെയ്യാൻ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നുവെന്നും തങ്ങൾക്ക് ലഭിച്ച വിളിയെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് തങ്ങൾ നോക്കിക്കാണുന്നതെന്നും ഇരുവരും പറയുന്നു. ഫാദർ റോബിക്ക് പാട്ട് പാടാനുള്ള കഴിവും ഫാദർ റോയിക്ക് പ്രസംഗം പറയാനുള്ള കഴിവും വളരെ ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നതിനാൽ നിങ്ങൾ രണ്ടുപേരും വൈദികരായാൽ ഫാദർ റോബിക്ക് പാട്ടുകുർബാനയും ചൊല്ലാം, ഫാദർ റോയിക്ക് പ്രസംഗിക്കുകയും ചെയ്യാമെന്ന കൂട്ടുകാരുടെ പ്രോത്സാഹനം നിറഞ്ഞ വാക്കുകളാണ് തങ്ങൾക്ക് സെമിനാരിയിൽ ചേരാൻ പ്രേരകമായതെന്നും ഫാദർ റോയി കണ്ണഞ്ചിറ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. 10ാം ക്ലാസ് ആയപ്പോൾ ദൈവവിളിക്ക് വേണ്ടി ഒക്കേഷൻ പ്രൊമോട്ടേഴ്സ് ഞങ്ങളുടെ ക്ലാസ്സിൽ വരുന്നു. അപ്പോൾ CMI സഭയിൽ നിന്ന് വന്ന ഐസക് ആരിക്കാപ്പള്ളി അച്ഛൻ്റെ അവതരണം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി മിഷൻ പ്രവർത്തനം നടത്താൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ പാട്ട് പാടുകയും റോബി അച്ഛൻ നന്നായിട്ട് പാട്ട് പാടും, എനിക്ക് പ്രസംഗത്തിനൊക്കെ സമ്മാനം കിട്ടും, റോബി അച്ഛനും പ്രസംഗത്തിന് സമ്മാനം കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു എടാ നിങ്ങൾ ഒരാൾ അച്ഛനായ രണ്ടുപേരും കൂടെ അച്ഛനായാൽ ഒരാൾക്ക് പാട്ട് കുർബാനയും പാടാം, ഒരാൾക്ക് പ്രസംഗവും പറയാം, അപ്പം നല്ല രസമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്നുണ്ടായ ഒരു കൗതുകത്തിൻ്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരും കൈപൊക്കി, ഈശോയ്ക്ക് വേണ്ടി വൈദികരാകാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കൈപൊക്കിയതാണ്. ആ പൊക്കിയ പൊക്കാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. സെമിനാരിയിൽ ചേരുന്ന കാര്യം വീട്ടിലറിയിച്ചപ്പോൾ രണ്ടുപേരും ഒന്നിച്ചു പോകണ്ട എന്ന് ആദ്യം വീട്ടുകാരും ബന്ധുമിത്രാദികളും പറഞ്ഞുവെന്നും എന്നാൽ തങ്ങളുടെ ആഗ്രഹത്തിനു വഴങ്ങി വീട്ടുകാർ തങ്ങളെ ദൈവവിളി ക്യാമ്പിന് പോകാൻ അനുവദിച്ചെന്നും ദൈവവിളി ക്യാമ്പ് തങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായെന്നും ഫാദർ റോബി പറയുന്നു. ഞങ്ങൾ സെമിനാരിയിൽ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ കൂടുതൽ ആളുകളും വീട്ടിലെ മൂത്ത ആണുങ്ങളാണ്. ഞങ്ങളുടെ മൂത്ത പെങ്ങൾ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പം ഞങ്ങളവിടെ സ്ഥിരം കർഷകരാണ് എല്ലാവരും. അപ്പം മാതാപിതാക്കളെ സഹായിക്കുന്നു, പണിയാനൊക്കെ സഹായിക്കുന്ന ആളുകളാണ്. അപ്പോൾ സഹായിക്കേണ്ട 2 പേര് സെമിനാരിയിൽ പോകുന്നത് ശരിയല്ല, ആരെങ്കിലും ഒരാൾ പോയാൽ മതി എന്നുള്ളൊരു സജഷൻ ഉണ്ടായി. 2 പേരും പോകേണ്ടതില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ബന്ധുക്കളൊക്കെ സൂചിപ്പിച്ചു. എന്നാൽ ഞങ്ങൾ 2 പേരും പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അതൊരു എതിർപ്പ് പറഞ്ഞില്ല. തങ്ങളുടെ ഇടവകയിൽ നിന്ന് CMI സഭയിലേക്കായിരുന്നു കൂടുതൽ കുട്ടികൾ ആ കാലഘട്ടങ്ങളിൽ പോയിരുന്നതെന്നും ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ സഭയെക്കുറിച്ച് കൂടുതൽ അറിയാനും പ്രത്യേകിച്ച് ചാവറ പിതാവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചെന്നും ഫാദർ റോയി പറയുന്നു. തങ്ങളുടെ യാത്രകളിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം ദൈവത്തിന്റെ ശക്തിയിലും കരുണയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഫാദർ റോയി പങ്കുവയ്ക്കുന്നു. ദൈവവിളി ക്യാമ്പിന് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഈ CMIയിലേക്കുള്ള ക്യാമ്പിനാണ് കൂടുതൽ കൂട്ടുകാർ പോകുന്നത്. ഞങ്ങളുടെ കൂടെ പഠിച്ചവരും എല്ലാം കൂടെ 10ാം മൈൽ ഞങ്ങളുടെ CMI കോവേന്ത, അന്നേരമാണ് CMI കോവേന്തയാണെന്ന് അറിയുന്നത്. അപ്പോൾ അവിടെ നിന്ന് 10-17 പേര് ഞങ്ങൾ കളമശ്ശേരി ക്യാമ്പിനുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പിൽ ചെന്ന് ക്യാമ്പ് ഒരു വലിയ രസമായി മാറി. അപ്പോൾ ഒരു ക്യാമ്പിൽ ഒരു സഭയുടെ CMI സഭയുടെ ക്യാമ്പിൽ മാത്രമാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പെട്ടെന്ന് സഭയോട് ഒരിഷ്ടം, അച്ഛന്മാരോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ CMI അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നീടാണ് ചാവറയച്ചനെ പറ്റി ആ ക്യാമ്പിലൂടെയൊക്കെയാണ് അറിയുന്നത്. പിന്നീട് CMI സഭയിൽ ചേർന്നതിന് ശേഷമാണ് വിശുദ്ധ ചാവറ പിതാവിൻ്റെ കേരള കത്തോലിക്ക സഭയിലെ ആ ഒരു പ്രവാചക ദൗത്യത്തെ പറ്റിയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയതും ചാവറയച്ചനെ പറ്റി തന്നെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയതുമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ചലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. അത് ദൈവവിളിയെപ്പറ്റി മാത്രമല്ല, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്കുമുണ്ട് അതുപോലെയുള്ള വെല്ലുവിളികൾ. അതെല്ലാം ഈ ദൈവവിളിയുടെ ഒരു ഭാഗമാണ് എന്ന് ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചറിയുകയും അപ്പോൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തുകൊണ്ട് ഈ വെല്ലുവിളിയോടൊപ്പമുള്ള വിളിയാണ് ദൈവവിളി എന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാവറ പിതാവ് പറഞ്ഞ വാക്കുകളും ധ്യാനചിന്തകളും ഇരട്ട സഹോദരങ്ങളായ തങ്ങളുടെ വിശ്വാസ ജീവിത വഴിത്താരയിൽ മാർഗദീപവും പ്രചോദനവുമായി തീർന്നെന്നും ഫാദർ റോബി പറയുന്നു. സമൂഹ നന്മയ്ക്കായി ഇരുവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ജന്മന HIV ബാധിതരായ ധാരാളം കുഞ്ഞുങ്ങളുടെ സംഘടനയുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ് ഞാനും. കാഴ്ചയില്ലാത്ത ആളുകളോടൊപ്പം സഞ്ചരിക്കുന്നയാളാണ്.
അപ്പോൾ ഇങ്ങനെ കാഴ്ചവൈകല്യമുള്ള ജന്മന HIV ബാധിതരായ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സമൂഹത്തിൻ്റെ അതിരുപറമ്പുകളിലേക്ക് സമൂഹം മാറ്റി നിർത്തുന്നു എന്ന് പൊതുസമൂഹം വിചാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ലാനായിട്ടുള്ളൊരു ഉൾവിളി, അത് തമ്പുരാൻ തരുന്ന വലിയൊരു കൃപയാണ്. അതാണ് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം. ഒരു കാര്യം അത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് പൊതുസമൂഹത്തിന് ഗുണകരമാകും എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുകയും ചെയ്താൽ അത് നടക്കുന്നിടം വരെ അതിൻ്റെ പുറകെ നമ്മൾ പാഞ്ഞിരിക്കും, അത് നടത്തിയിരിക്കും. തന്റെ 22 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നത് ദീപിക ദിനപത്രത്തിനു വേണ്ടിയാണെന്നും കത്തോലിക്ക സഭയുടെ മാധ്യമ പ്രേക്ഷിതനായി മാറുക എന്നതാണ് തന്റെ ആഗ്രഹവും ലക്ഷ്യവുമെന്നും ഫാദർ റോയി പറയുന്നു. എൻ്റെ വൈദിക ജീവിതം 22 വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഞാൻ ചെലവഴിച്ചത് ദീപിക പത്രത്തിന് വേണ്ടിയാണ്. കത്തോലിക്ക സഭയുടെ ഏക സെക്കുലർ ദിനപത്രമായ ദീപിക ദിനപത്രത്തിന് വേണ്ടി എൻ്റെ ആയുസ് തന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. കാരണം കത്തോലിക്ക സഭയുടെ മാധ്യമ പ്രേക്ഷിതനായി മാറുക, ആ രീതിയിൽ അറിയപ്പെടുക, സഭയുടെ മാധ്യമ സുരക്ഷിതത്വത്തിന് വേണ്ടി, മാധ്യമ ജാഗ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് എൻ്റെ ഒരു വിഷൻ. അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടക്കം ആയിട്ടാണ് എനിക്ക് കൊച്ചേട്ടൻ, ദീപിക ബാലസഖ്യം എന്ന സംഘടനയുടെ സംസ്ഥാന ഡയറക്ടറുടെ തൂലികാ നാമമാണ് കൊച്ചേട്ടൻ. ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ CMI സഭയിലെ പരിശീലനം കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആത്മപ്രകാശനം നടത്താനായിട്ട് ദീപിക ബാലസഖ്യത്തിലൂടെ കഴിഞ്ഞത്. 2012 മുതൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സംസ്ഥാന ഡയറക്ടറായി ഫാദർ റോയി ചെയ്ത പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ്. 2012 മുതൽ ഞാൻ ഭിന്നശേഷിയുള്ള മക്കളുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ സംസ്ഥാന ഡയറക്ടറാണ്. ഒപ്പം മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾക്ക് വേണ്ടി സംഘടനകളെ ഏകോപിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കുകയും ചെയ്യുന്നതിൽ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് സാധിച്ചു. 2018 ജനുവരി 11 മുതൽ 14 വരെ തിരുവനന്തപുരം ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സായി എന്ന് പറയുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളെ കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സാന്താ ക്ലോസിൻ്റെ തൊപ്പി ഉണ്ടാക്കിയത് 15,000 ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കൾ ഒരുമിച്ചാണ്. ഒപ്പം അവരുടെ അധ്യാപകരും കൂടി കയറി 20,000 പേരാണ് ഒരുമിച്ച് ചേർന്നത്. അതൊരു മെഗാ ഈവൻ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായത് ഞാനൊരു കത്തോലിക്ക പുരോഹിതനായതുകൊണ്ടാണ്. കഴിഞ്ഞ 15 വർഷത്തോളം ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടറായി സേവനം ചെയ്ത ഫാദർ റോബി ഇനി ഡൽഹിയിൽ പുതിയ ചാവറ കൾച്ചറൽ സെന്റർ തുടങ്ങാനുള്ള ഉദ്യമത്തിന്റെ പണിപ്പുരയിലാണ്. ഇരുവരുടെയും മൂത്ത സഹോദരി സിസ്റ്റർ ജോസിയ സാധു സേവന സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറലായി സേവനം ചെയ്തു വരികയാണ്. ഇടുക്കി കിളിയാർകണ്ടം കണ്ണഞ്ചിറ ഈപ്പച്ചൻ അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെയാളാണ് ഇരുവരും. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചുകൊണ്ട് സീറോ മലബാർ മലങ്കര വിശ്വാസി സമൂഹം വലിയ നോമ്പിലേക്ക് കടന്നു. വിഭൂതി തിരുനാളിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ആഘോഷമായി ദിവ്യബലിയും തിരുക്കർമ്മങ്ങളും നടന്നു. മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉദ്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് സീറോ മലബാർ വിശ്വാസി സമൂഹം വിഭൂതിയിലൂടെ നോമ്പിലേക്ക് പ്രവേശിച്ചു. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ സാമൂഹിക അകലം പാലിച്ചും എണ്ണം പരിമിതപ്പെടുത്തിയുമാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. നെറ്റിയിൽ ചാരം പൂശുന്നത് ദൈവത്തോട് അടുക്കാനാണെന്ന് തൃശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ദിവ്യബലി മധ്യയുള്ള സന്ദേശത്തിൽ പറഞ്ഞു. ലത്തീൻ ആരാധന വത്സരം അനുസരിച്ച് വിഭൂതി ബുധനാഴ്ചയാണ് ഔദ്യോഗികമായി നോമ്പ് ആരംഭിക്കുന്നത്. അന്നേ ദിവസം ഫ്രാൻസിസ് പാപ്പായുടെ വിഭൂതി തിരുനാൾ കുർബാന വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ നടക്കും. എല്ലാ വർഷവും റോമിലെ അവന്തിനോ കുന്നിലെ വിശുദ്ധ ആൻസലാമിന്റെ നാമത്തിലുള്ള ആശ്രമ ദേവാലയത്തിലും വിശുദ്ധ സബീനയുടെ നാമത്തിലുള്ള ബസിലിക്കയിലുമായിട്ടാണ് മാർപ്പാപ്പ തിരുക്കർമ്മം നയിക്കാറുണ്ടായിരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിലാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റിയത്. വിഭൂതി തിരുനാൾ സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ വത്തിക്കാൻ പുറത്തിറക്കിയിരുന്നു. അനുതാപ പാപപരിഹാര പ്രക്രിയകളിലൂടെ പുണ്യങ്ങൾ നേടാൻ തപസ് കാലത്തേക്ക് പ്രവേശിച്ച് ആഗോള ക്രൈസ്തവർ. ഇതിനൊരുക്കമായി ലത്തീൻ ക്രൈസ്തവ സമൂഹമാകെ ക്ഷാരബുധൻ ആചരിച്ചു. തിരുവനന്തപുരം ലത്തീൻ ദേവാലയത്തിൽ നടന്ന ക്ഷാരബുധൻ പ്രത്യേക വിശുദ്ധ കുർബാനയ്ക്കും തിരുക്കർമ്മങ്ങൾക്കും സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ആരാധനക്രമവർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ദിവസങ്ങളിലൊന്നാണ് ക്രൈസ്തവർ പ്രവേശിക്കുന്ന വിഭൂതി തിരുനാൾ. നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറിന് പിറ്റേ ദിവസമാണ് സീറോ മലബാർ, സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ വിഭൂതി ആചരിക്കുന്നത്. അതേസമയം ഈസ്റ്റർ ഞായറിന് 46 ദിവസങ്ങൾക്ക് മുമ്പ് വരുന്ന ബുധനാഴ്ചയാണ് ലത്തീൻ സഭയുടെ ക്ഷാരബുധനാചരണം. ലത്തീൻ കത്തോലിക്ക സമൂഹം ക്ഷാരബുധന് വളരെ പ്രാധാന്യമാണ് നൽകുന്നത്. അനുതാപത്തിന്റെയും ഉപവാസത്തിന്റേതുമായ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുമാണ് ക്ഷാരബുധന്റെ ആരംഭം. ക്ഷാരബുധനിൽ ശിരസിൽ ചാരം പൂശുന്ന പതിവുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചാരം. ഈ ഭൂമിയിലെ ജീവിതവും ഒരിക്കൽ കടന്നുപോകുമെന്നും എളിമപ്പെടാനും ത്യാഗമനോഭാവത്തോടെ ജീവിക്കാനും ഓർമ്മപ്പെടുത്തുകയുമാണ് ഈ ദിവസത്തെ ശുശ്രൂഷയിലൂടെ ചെയ്യുന്നത്. തപസ് കാലത്ത് ഹൃദയപരിവർത്തനമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ജോയൽ പ്രവാചകന്റെ വചനത്തെ ഉദ്ധരിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് പിതാവ് പറഞ്ഞു. അനുതാപമാർന്ന ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ദൈവം കടാക്ഷിക്കുമെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ചാരംപൂശൽ. ക്ഷാരബുധനിൽ മറ്റ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പാരമ്പര്യമായി പറയുന്നത്. ക്രിസ്തീയ സാക്ഷ്യത്തിനുള്ള അവസരമായാണ് ക്ഷാരബുധൻ കണക്കാക്കപ്പെടുന്നതും. സാഗർ രൂപതയുടെ മുൻ ബിഷപ്പ് മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ ഇനി ദീപ്തമായ ഓർമ്മ. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവനമാകും കുരിശിനയിൻ നഭയം. സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഭാഗം മാർ ടോണി നീലങ്കാവിലിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് ഭൗതികാവശിഷ്ടം അരണാട്ടുകര സെയിന്റ് തോമസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9:30 കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും സംസ്കാര ശുശ്രൂഷയും നടന്നു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദേശം നൽകി. ആർച്ച് ബിഷപ്പുമാരായ മാർ ജോർജ് വലിയമറ്റം, മാർ ജേക്കബ് തുങ്കുഴി തുടങ്ങിയവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് ശേഷം ഭൗതികാവശിഷ്ടം കുറ്റൂർ ദേവമാതാ പള്ളിയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം ഭൗതികാവശിഷ്ടം സാഗർ രൂപതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഭൗതിക ശരീരം ദഹിപ്പിച്ചത്. തുടർന്ന് ഭൗതികാവശിഷ്ടം പേടകത്തിൽ ശേഖരിച്ച് മഞ്ചലിലാക്കി CMI ദേവമാതാ പ്രൊവിൻഷ്യൽ ഹൌസിൽ എത്തിച്ചു. തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ദിവ്യബലിയും പ്രാർത്ഥനയും നടന്നു. വൈകിട്ട് 5 മണിയോടെ അരണാട്ടുകരയിലെ വസതിയിലെത്തിച്ച ഭൗതികാവശിഷ്ടം പൊതുദർശനത്തിന് വെച്ചു. ദൈവഹിതത്തിന് വിധേയനായി ജീവിച്ച വിശുദ്ധ യൗസേ പിതാവ് സ്വന്തം താല്പര്യങ്ങൾ ത്യജിക്കുകയും ആഴത്തിൽ അനുകമ്പ പുലർത്തുകയും ചെയ്ത മാതൃകാ പിതാവാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. പാറയിൽ പള്ളിയിൽ നടക്കുന്ന 22ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷന്റെ 3ാം ദിനത്തിൽ നൽകിയ വചന സന്ദേശത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാത്തിനും ദൈവം ഒരു വഴി കാട്ടുമെന്ന ആശ്രയബോധം നമുക്കുണ്ടാകണം. ദൈവഹിതത്തെക്കാളും സ്വന്തം കണക്കുകൂട്ടലുകൾ നടത്തുന്നതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കും തകർച്ചകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും കാരണം. ഭൗതിക നേട്ടങ്ങൾ മാത്രം നാം ലക്ഷ്യം വയ്ക്കാതെ ദൈവാശ്രയ ബോധമുള്ളവരായി അപ്പനും അമ്മയും മാറണമെന്നും കുടുംബങ്ങൾ നസ്രത്തിലെ കുടുംബത്തിന്റെ മാതൃകയാകണമെന്നും മാർ തോമസ് തറയിൽ കൺവെൻഷന്റെ 3ാം ദിനത്തിൽ നൽകിയ വചന സന്ദേശത്തിൽ പറഞ്ഞു. വിശുദ്ധ യൗസേ പിതാവ് പകർന്നതുപോലെ കുടുംബങ്ങളിൽ പരിത്യാഗപൂർണമായ സ്നേഹം പകരണം. സ്നേഹത്തിന്റെ വലിയ അനുഭവമാണ് പിതൃത്വം. ദൈവഹിതം തേടാൻ ഓരോ അപ്പനും കഴിഞ്ഞെങ്കിലേ കുടുംബജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂവെന്നും മാർ തോമസ് തറയിൽ കൂട്ടിച്ചേർത്തു. അതൊരു സ്നേഹത്തിന്റെ വലിയ അനുഭവമാണ് ഈ പിതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ പരിത്യാഗപൂർണമായ സ്നേഹത്തിന്റെ മാതൃകയായി വിശുദ്ധ ഔസേപ്പിനെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് പരിശുദ്ധ പിതാവ് ഔസേപ്പിതാവിനെ വിളിക്കുന്നത് കരുണയുള്ള അപ്പൻ എന്നാണ്. കരുണയുള്ള അപ്പൻ, അനുകമ്പയുള്ള അപ്പനായിരുന്നു ഔസേപ്പിതാവ്. എന്ന് വെച്ചാൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഒരപ്പൻ. സ്വന്തം താല്പര്യങ്ങൾ, ഒരുപക്ഷെ സ്വന്തം മാനം പോലും പണയം വെച്ച് മറിയത്തെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ച് ഈശോയ്ക്ക് നല്ല അപ്പനായി മാറി, ദൈവപുത്രൻ്റെ അപ്പനായി മാറിയ പിതാവ്. ഫാദർ ഗ്രിഗറി ഓണംകുളം റംശ പ്രാർത്ഥനയ്ക്കും ഫാദർ ജെനി 20 ആരാധനയ്ക്കും കാർമ്മികരായിരുന്നു. കൺവെൻഷന്റെ അവസാന ദിനത്തിൽ വചനപ്രഘോഷണത്തിന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വചന സന്ദേശം നൽകി. ഭക്ഷ്യസ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാമ്പോയിൽ മേഖല KCYM പ്രവർത്തകർ സംഘടിപ്പിച്ച കണിപ്പാടം എന്ന പരിപാടി ശ്രദ്ധേയമാണ്. തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാമ്പ്ളാനിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തലശ്ശേരി അതിരൂപത ഈ വർഷം കർഷക വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യസ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് നെല്ലിക്കാമ്പോയിൽ മേഖല KCYM പ്രവർത്തകർ കതിരണിപ്പാടം എന്ന കൃഷി പരിപാടി സംഘടിപ്പിച്ചത്. 2.5 ഏക്കർ വയൽ പാട്ടത്തിനെടുത്ത് അതിൽ 1/3 കൃഷി ചെയ്താണ് നെല്ലിക്കാമ്പോയിൽ മേഖല KCYM പ്രവർത്തകർ കൂട്ടായ്മയുടെ ഉത്തമ മാതൃക സമൂഹത്തിന് കാണിച്ചത്.
യുവജനങ്ങൾക്കിടയിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുവാനും ഇവർ ലക്ഷ്യമിടുന്നു. പാടത്തിറങ്ങി നെൽക്കതിരുകൾ കൊയ്തുകൊണ്ടായിരുന്നു തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി പരിപാടി ഉദ്ഘാടനം ചെയ്തത്. നെല്ലിക്കാംപൊയിൽ ഫൊറോന വികാരി ഫാദർ ജോസഫ് കാവനാടി മുഖ്യപ്രഭാഷണം നടത്തി. KCYM മേഖലാ പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തമ്പര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. KCYM അതിരൂപത ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്പാക്കൽ, ഉള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PC ഷാജി, വാർഡ് മെമ്പർ ഷൈമ ഷാജു, KCYM ഡയറക്ടർ ഫാദർ പോൾ എടത്തിനകത്ത്, ഫാദർ ഷിജോ കാരിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചരിത്ര വിജയത്തിൽ ദൈവത്തിന് മഹത്വം നൽകി നാസ്കാർ റേസിംഗ് ഡ്രൈവർ മൈക്കൽ മക്ഡോവൽ. ഡെറ്റോണ 500 മോട്ടോർ കാർ റേസിംഗ് മത്സരത്തിലെ അവിശ്വസനീയവും അപ്രതീക്ഷിതവുമായ വിജയത്തെ ദൈവം നല്ലവനാണെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്ത അദ്ദേഹം ഇതിനു മുൻപും പല വേദികളിലും തന്റെ ക്രൈസ്തവ സാക്ഷ്യം നിരപരാധിയായിരുന്നിട്ടും 88 വർഷങ്ങളുടെ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട ക്രിസ് വിൽസൺ തന്റെ ജയിൽവാസകാലം മിഷൻ വേദിയായി രൂപാന്തരപ്പെടുത്തിയതിന്റെ അനുഭവ സാക്ഷ്യം ചലനങ്ങൾ ഉളവാക്കുന്നു. കുറ്റവിമുക്തനായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഡോക്ടർ ക്രിസ് ഇന്ന് സുവിശേഷത്തിന്റെ ശക്തനായ പ്രഘോഷകനും വക്താവുമാണ്. പാസ്റ്ററിന്റെ മകനായിരുന്ന ക്രിസ് വിൽസൺ 17-ാം വയസ്സിൽ കാറിൽ യാത്ര ചെയ്യവേ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പറ്റിയ കയ്യബദ്ധത്തിൽ സുഹൃത്തിന്റെ തോക്കിലെ വെടിയേറ്റ് ഒരാൾ കൊല്ലപ്പെടുകയായിരുന്നു. കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട് നിരപരാധിയായിരുന്ന ക്രിസും അറസ്റ്റ് ചെയ്യപ്പെടുകയും കോടതി ക്രിസിനെ 88 വർഷങ്ങളുടെ ശിക്ഷയ്ക്കും വിധിച്ചു. പാസ്റ്ററിന്റെ മകൻ എന്ന സൽപ്പേരിലും സൽസ്വഭാവത്തിലും വളർന്ന തന്റെ യൗവനത്തിന്റെ ആരംഭദിശയിൽ നേരിട്ട അപമാനത്തിന്റെയും ദുർവിധിയുടെയും തെറ്റിദ്ധാരണയുടെയും അനുഭവത്തിൽ കഴിയവേ ജയിലിൽ തനിക്ക് നൽകപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പകർപ്പ് ദൈവവുമായുള്ള തന്റെ ഹൃദയത്തിന്റെ വിടവ് നികത്തിയ അനുഭവം ക്രിസ് CB ന്യൂസുമായി പങ്കുവച്ചു. അത്രയും കാലം ദൈവവും ദൈവവിശ്വാസവുമെല്ലാം വാക്കുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായിരുന്നെങ്കിലും വ്യക്തിപരമായ ദൈവാനുഭവം ആ നാളുകളിൽ തനിക്കുണ്ടായതും കർത്താവിനായി തന്റെ ജീവിതം സമർപ്പിച്ചതും അദ്ദേഹം അനുസ്മരിക്കുന്നു. താൻ ഒറ്റയ്ക്കാണ് വെടിവയ്പ് നടത്തിയതെന്ന് സുഹൃത്ത് മൊഴി നൽകിയെങ്കിലും തുടർച്ചയായ ഹർജികളിൽ വീണ്ടും വിധി അദ്ദേഹത്തിന് പ്രതികൂലമായിരുന്നു. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക എന്ന വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ പ്രാവർത്തികമാക്കി വിർജീനിയയിലെ ഡാൽവിൽ ജയിലറയിൽ അദ്ദേഹം ബൈബിൾ ക്ലാസുകൾ നടത്തുകയും അദ്ദേഹത്തിലൂടെ സംഭവിച്ച ജയിൽ ജ്ഞാനസ്നാനങ്ങൾ ചരിത്രം ഭേദിച്ച നിരക്കുകളിലേക്ക് ഉയരുകയും ചെയ്തു. 17 വർഷങ്ങൾ നീണ്ട നിയമപോരാട്ട കാലയളവിൽ അന്യായമായി കഴിഞ്ഞ ജയിൽവാസത്തിൽ തനിക്ക് ധൈര്യം പകർന്ന വചനം ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നതായിരുന്നുവെന്നും അദ്ദേഹം പങ്കുവച്ചു. 2020 ഫെബ്രുവരി 3-ന് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ ഗവർണർ അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുകയായിരുന്നു. തന്റെ ജീവിതം ദൈവത്തിനുള്ളതാണെന്നും അവിടത്തേക്ക് ജീവിക്കുമെന്നാണ് തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ഡോക്ടർ ക്രിസിന് ഇന്നും പറയാനുള്ളത്. ജെന്ന പ്രിസ്ലി എന്ന പേരിൽ 100 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മുൻ പോൺ സ്റ്റാർ ബ്രിറ്റ്നി ഡെലാമോറയുടെ അവിശ്വസനീയമായ ജീവിത പരിവർത്തനം അനേകരെ സ്വാധീനിക്കുന്നു. മുഖനോട്ടമില്ലാതെ ഏവരെയും സ്വാഗതം ചെയ്യുന്ന ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട ബ്രിറ്റ്നി ഇന്ന് ദൈവത്തിലുള്ള ആനന്ദത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയുടെയും വക്താവായി സുവിശേഷ വേദികളിൽ ശോഭിക്കുകയാണ്. 7 വർഷം പോൺ ഫിലിം ഇൻഡസ്ട്രിയിൽ താരമായിരുന്ന ബ്രിറ്റ്നി ഡെലാമോറ ഇന്ന് തന്റെ ഭർത്താവായ പാസ്റ്റർ റിച്ചാർഡിനൊപ്പം തീക്ഷ്ണമായ സുവിശേഷവേലയിൽ വ്യാപൃതയാണ്. പണവും പ്രശസ്തിയും ആരാധകരും വേണ്ടുവോളമുണ്ടായിരുന്ന തന്റെ പ്രതാപത്തിന്റെ നാളുകളിൽ തന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്നത് മനസ്സിന്റെ സന്തോഷമായിരുന്നുവെന്ന് ബ്രിറ്റ്നി പറയുന്നു. പാസ്റ്റർ ക്രെയ്ഗ് ഗ്രോസ് നേതൃത്വം നൽകുന്ന ആന്റി പോൺ ഓർഗനൈസേഷന്റെ ഭാഗമായി തനിക്കു നൽകപ്പെട്ട വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങൾ രക്ഷയിലേക്കുള്ള ആദ്യപടിയായി തനിക്ക് മാറുകയായിരുന്നുവെന്ന് ബ്രിറ്റ്നി വിവരിക്കുന്നു. തുടർന്ന് ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് പോൺ ഫിലിം രംഗത്തോട് വിട പറഞ്ഞ തന്റെ ഹൃദയത്തിലെ ശൂന്യതകൾ യേശു നിറവുകളാക്കി മാറ്റിയതായി ബ്രിറ്റ്നി സാക്ഷ്യപ്പെടുത്തുന്നു. പോണോഗ്രഫിയിലൂടെയും വിവാഹേതര ലൈംഗിക അതിക്രമങ്ങളിലൂടെയും സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക യുദ്ധത്തിനെതിരെ ഭർത്താവും പാസ്റ്ററുമായ റിച്ചാർഡിനൊപ്പം സുവിശേഷ പ്രഘോഷണത്തിലൂടെ പോരാടുകയാണ് ഇന്ന് ബ്രിറ്റ്നി. ഇന്നിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധി എന്നത് ഏറെ ദുഷ്കരമായിരിക്കുകയാണെന്നും എന്നാൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ ആശ്രയിച്ചാൽ ജീവിതം ആനന്ദവും സ്വർഗോന്മുഖവുമാക്കാൻ സാധിക്കുമെന്ന് സ്വന്തം ജീവിത സാക്ഷ്യം മുൻനിർത്തി ബ്രിറ്റ്നി പറയുന്നു. ജീവിത പ്രതിസന്ധികൾക്കിടയിൽ പോണോഗ്രഫിയിലേക്ക് ആശ്വാസത്തിനായി തിരിയുന്നവരോട് യേശു മാത്രമാണ് ഹൃദയങ്ങളിൽ യഥാർത്ഥ ആശ്വാസവും സന്തോഷവും പകരുന്നത് എന്നാണ് ബ്രിറ്റ്നിക്ക് പറയാനുള്ളത്. കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ ഈ മാസം ആദ്യം തിരുപ്പട്ട സ്വീകരണം നടത്തിയവരിൽ ഇരട്ട സഹോദരങ്ങളും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 6-ന് സഹോദരങ്ങളായ ഫാദർ പീറ്റർ കാടുരാമു ഇസിങ്ങോമയും ഫാദർ ആൻഡ്രൂ കാഡോ കാടുരാമുവുമാണ് ഉഗാണ്ടയിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത്.
ഈ ദിനം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ചെറുപ്പം മുതൽ താലോലിച്ചുകൊണ്ടിരുന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസവുമാണെന്ന് നവവൈദികർ ACI ആഫ്രിക്കയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സഹോദരങ്ങളായി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന് തങ്ങളെ പറ്റിയുള്ള പദ്ധതി ഉണ്ടായിരുന്നുവെന്നും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പേരുകൾ തന്നെയാണ് തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്നും തങ്ങൾ തീർച്ചയായും ദൈവസേവനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നും ഫാദർ ആൻഡ്രൂ പറഞ്ഞു. വളർന്നു വരുംതോറും കത്തോലിക്ക പുരോഹിതന്മാരാകുന്നതിനെക്കുറിച്ച് തങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തങ്ങളുടെ രൂപതയിൽ ഇത്രയധികം പേർ ഒരുമിച്ച് ഒരു ദിവസം തിരുപ്പട്ട സ്വീകരണം നടത്തുന്നത് താൻ കണ്ടിട്ടില്ലെന്നും അതൊരു മനോഹരമായ ചടങ്ങായിരുന്നുവെന്നും ഫാദർ പീറ്റർ പറഞ്ഞു. 12 പേരാണ് ഒരേ ദിവസം തിരുപ്പട്ട സ്വീകരണം നടത്തിയത്. വൈദികരാകാനുള്ള തങ്ങളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഞെട്ടിയത് ഫാദർ പീറ്റർ ഇപ്പോഴും ഓർമ്മിക്കുന്നു. 8 മക്കളുള്ള കുടുംബത്തിലെ മൂത്ത മക്കളായ തങ്ങളുടെ ജീവിതം പാഴാക്കുകയാണെന്ന് ചിലർ മാതാപിതാക്കളോട് ഉപദേശിച്ച കാര്യവും ഒരു സമയത്ത് മാതാപിതാക്കൾ തങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചതും അതിനെ അതിജീവിച്ചതും അവർ സ്മരിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഓർത്ത് അഭിമാനിക്കുകയാണെന്നും നവവൈദികർ കൂട്ടിച്ചേർത്തു. ഒരു സഹോദരനും 5 സഹോദരിമാരുമാണ് ഇവർക്കുള്ളത്. പ്രതിസന്ധികൾ ഏറെയുണ്ടായിരുന്നെങ്കിലും തങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പ്രാർത്ഥിച്ചും നിലകൊണ്ടത് ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുവാൻ ഏറെ സഹായകമായി എന്നും നവവൈദികർ പറഞ്ഞു. ക്രൈസ്തവ പീഡനങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദിക ജീവിതത്തോടുള്ള അടങ്ങാത്ത തീഷ്ണതയും അഭിനിവേശവും മങ്ങാതെ കാത്തുസൂക്ഷിച്ച് പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ ഇരട്ട സഹോദരന്മാരുടെ ജീവിതം പ്രതിസന്ധികളിലും മങ്ങാത്ത വിശ്വാസ തീഷ്ണതയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. CMI സന്യാസ സഭയിലെ വൈദികരുടെ പ്രീസ്റ്റ് ബാൻഡ് അണിയിച്ചൊരുക്കിയ ക്രൂശിതനെ കണ്ടു ഞാൻ പീഡകളിൽ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. CMI സഭയിലെ വൈദികരായ ഫാദർ പ്രിൻസ് പരദിനാൽ, ഫാദർ വിപിൻ കുരിശുതറ, ഫാദർ ഫിനിൽ ഏഡരത്ത്, ഫാദർ തോംസൺ കൂടപ്പാട്ട്, ഫാദർ സുബിൻ കോട്ടൂർ എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഈ ഗാനത്തിന് വരികൾ എഴുതി സംഗീതം ചെയ്തിരിക്കുന്നത് നൈബി വർഗീസാണ്. മെനിൻ കാസക് എന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ കുറഞ്ഞ സമയം കൊണ്ട് നിരവധി പേരാണ് കണ്ടത്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ക്രൂശിതനെ കണ്ടു ഞാനെൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനെൻ വേദനയിൽ. ഓശാന വീഥിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരിക്കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. ഓശാന വീഥിയിലെ ഗീതികൾ ഞാൻ കേട്ടു, കാൽവരിക്കുന്നിലെ ആ പൊന്മുഖം ഒന്നു കണ്ടു. യേശുവേ, നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ. യേശുവേ, നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ. കാണാകണം, കാണാകണം. കാനായിലെ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിനു മീതെ നടന്നു പോയവൻ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവൻ, പാപികളെ മാറോടു ചേർത്തണച്ചവൻ, അന്ധർക്ക് കാഴ്ചയേകി ബധിരർക്ക് കേൾവിയും, മൃതനായ ലാസറിനെ ഉയിർപ്പിച്ചതും നീയേ.
അന്ധർക്കു കാഴ്ചയേകി ബധിരർക്കു കേൾവിയും മൃതനായ ലാസറിനെ ഉയർപ്പിച്ചതും യേശുവേ നിൻ സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ യേശുവേ നിൻ ത്യാഗത്തിൻ ആഴം കണ്ടു ഞാൻ